ഹായ് ഫ്രണ്ട്സ്, 2 തക്കാളിയും 2 സവാളയും 3 പച്ചമുളകും 3 കോഴിമുട്ടയാണ് കിട്ടില്ല. അടിപൊളി മുട്ടക്കറി വെക്കാം. അതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. തക്കാളി അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. സവാള അരിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം. ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം ഇത്തിരി കടുക് ഇടാം. പൊട്ടി അങ്ങോട്ട് വരുമ്പോണ്ടല്ല സവാള അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടേക്കണം. എന്നിട്ട് നല്ലോണം മൊരിയണ വരെ ഒന്ന് ചെക്ക് ചെയ്തെടുക്കണം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ഉപ്പിൻ്റെ ഭരണിയാണത്. അതിന് ഒരു സ്പൂൺ ഉപ്പ് മതി. ഉപ്പിട്ട് കൊടുത്താൽ മതി. അടിപൊളി. അപ്പോൾ സവാള വാടി പെട്ടെന്ന് വരികയും ചെയ്യും. സവാള വാടി അങ്ങനെ പാകം ഇത്തിരി പച്ചവെള്ളം ഇട്ടേക്കണം. ഇതൊന്നുകൂടി ഒന്ന് നല്ലോണം ആക്കിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടോട്ടാ. അതല്ല അടിപൊളി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്താൽ അത് എല്ലായിടത്തും പിടിക്കുള്ളൂ. ഒരുവിധം നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലോണം അങ്ങോട്ട് ഇതായി കഴിയുന്നുണ്ടല്ലോ, ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാൻ 2 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. ഗ്ലാസ്സല്ല, 2 ഗ്ലാസ് ഒഴിക്കണം. ഗ്ലാസ് കൊണ്ട് ഞാൻ ഒഴിക്കേണ്ട വെള്ളം. അപ്പം നല്ല ഇതായിട്ടിട്ട് ചാറ് അടച്ച് വെക്കുക. നല്ലോണം തിളക്കണം വരെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുരുമുളക് ഒന്ന് പൊടിക്കാം. കുരുമുളക് പൊടിച്ചെടുക്കാം. നമുക്ക് തിളച്ച് വന്നിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. 3 മുട്ടയാണ് നമ്മൾ എടുത്തേക്കണം ഇതിന് വേണ്ടി. ആ 3 മുട്ടയും നമുക്ക് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കാം. 4ാമത്തെ മുട്ട ഒഴിച്ചിട്ടുണ്ട്. 3ാമത്തെ മുട്ട ഞങ്ങൾ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോണ്ടല്ലോ സൂപ്പറായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഒന്ന് ഇത്തിരി ആ കുരുമുളക് പൊടിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കാണ്ട് എന്നിട്ടൊന്ന് മൂടി വെക്കാം. നമുക്ക് നല്ലോണം തിളക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് കറുകപ്പട്ടയും ജീരകവും കുരുമുളകും കൊണ്ട് പൊടിക്കാനുണ്ട്. അത് തുറന്നിട്ട് കുറച്ച് അതാണ് ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഇട്ട് മതി കേട്ടോ. നല്ല സ്മെല്ല്. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അത് വെന്തിങ്ങോട്ട് വരും. ആ സൈഡിൽ നിന്നൊക്കെ ഇടിച്ചെടുത്തിട്ട് ഒന്ന് അതുകൊണ്ടിട്ട് ഇത് മറിച്ചിടണം. എന്നിട്ട് അത് മറിച്ചിട്ടു. സൂപ്പറായിട്ട് നല്ലോണം വെന്ത് വരും. സൂപ്പറായി. അതിന് ശേഷം ഇത്തിരി ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ ആ മുട്ട കറി അങ്ങോട്ട് ചാറങ്ങനെ ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കറി മതി ഈ ചോറ്